നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി ടൗണിൽ തെരുവ് നായയുടെ ആക്രമണം. നിരവധി പേർക്ക് കടിയേറ്റു. അടിയന്തരമായ നടപടി വേണമെന്ന് കൗൺസിലർമാർ. നഗരസഭാ ഓഫീസിന് മുന്നിൽ യൂത്ത് ലീഗ് പ്രതിഷേധം. അലനല്ലൂർ വെള്ളിയാർപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിലെ വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥി പാണ്ടിക്കാട് സ്വദേശിയുടെ മൃതദേഹവും കണ്ടെടുത്തു. 28 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാളെ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടി. ഓണം സ്പെഷ്യൽ ഡ്രൈവ് ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണിത്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹാരം ആവശ്യപ്പെട്ട് ബസ് ഉടമകൾ വീണ്ടും സമരത്തിനൊരുങ്ങുന്നു. സാങ്കേതികത്വക്കുരുക്കിൽപ്പെട്ട ഒറ്റപ്പാലം നഗരസഭയുടെ വാർഷിക പദ്ധതി ഭേദഗതി ശുപാർശയ്ക്ക് കൗൺസിൽ യോഗത്തിൽ അംഗീകാരം. UDFും BJPയും നൽകിയ പരാതിയിൽ വീണ്ടും കൗൺസിൽ ചേർന്നു. കുമരംപുത്തൂർ പാറാട്ടിപ്പടി പള്ളി റോഡ് നവീകരണം പാതി വഴിയിൽ. തുക അനുവദിച്ചിട്ടും പ്രവൃത്തി തുടങ്ങാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തത് പ്രതിസന്ധിക്ക് കാരണമെന്ന് പരാതി. വാർത്തകളിലേക്ക് വിശദമായി. പട്ടാമ്പി ടൗണിൽ തെരുവ് നായയുടെ ആക്രമണം. നിരവധി പേർക്ക് കടിയേറ്റു. 5 പേർ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തെരുവ് നായ ശല്യം പരിഹരിക്കാനുള്ള നടപടികൾ അടിയന്തരമായി ഉണ്ടാകണമെന്ന് നഗരസഭാ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ബുധനാഴ്ച രാവിലെ മുതൽ പട്ടാമ്പി ടൗണിലെ വിവിധ ഭാഗങ്ങളിലാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. 5 പേർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. നഗരസഭാ ജീവനക്കാരൻ ഉൾപ്പെടെയുള്ളവർക്കാണ് കടിയേറ്റത്. മായന്നൂർ സ്വദേശി ഷിജു, ദേശമംഗലം സ്വദേശി അലി, കരിമ്പുള്ള സ്വദേശി മുഹമ്മദ് ഷിഹാബ്, ചെറുകുടങ്ങാട് സ്വദേശി ജമീല, പെരിങ്ങോട് സ്വദേശി ജമീല എന്നിവർക്കാണ് കടിയേറ്റത്. കാലിനാണ് പ്രധാനമായും കടിയേറ്റത്. കൽപ്പക, മേലെ പട്ടാമ്പി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നുമാണ് നായയുടെ കടിയേറ്റിയിരിക്കുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. പലതവണ നഗരസഭ കൗൺസിൽ യോഗത്തിൽ തെരുവുനായ ശല്യം പരിഹരിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നഗരസഭ കൗൺസിലർമാരായ KR നാരായണസ്വാമിയും K ബഷീറും കുറ്റപ്പെടുത്തി. പട്ടാമ്പി ഇന്ന് വളരെ അപകടകരമായ സാഹചര്യത്തിൽ പേവിഷബാധ ഉള്ള ഒരു തെരുവുനായ 6 ആളുകളെയാണ് പട്ടാമ്പി ടൗണിൽ മാത്രം കടിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ആസ്പത്രിയിൽ എത്തിയ കേസാണ് 6 ആള്. നഗരസഭ ജീവനക്കാരനെ ഉൾപ്പെടെ തെരുവുനായ കടിച്ചിട്ടുണ്ട്. ഇവിടെ പേവിഷബാധയുടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി അവരൊക്കെ ഇവിടെ ആസ്പത്രിയിൽ എത്തിയ സ്ത്രീകളടക്കമുള്ള ആളുകളെ കടിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ നഗരസഭയിലെ കൗൺസിലർമാരായിട്ട് ഇപ്പൊ 4.5 കൊല്ലം കഴിഞ്ഞു. ഞങ്ങളൊക്കെ വന്ന് 6 മാസം കഴിഞ്ഞ സാഹചര്യം മുതൽ പട്ടാമ്പി നഗരസഭയുടെ എല്ലാ മാസം കൂടുന്ന യോഗത്തില് നമ്മളെ സ്കൂൾ കുട്ടികള്, മദ്രസ കുട്ടികള്, വയസ്സായ സ്ത്രീകള്, രാത്രി കടകളിൽ നിന്ന് 7 മണി 8 മണി കഴിഞ്ഞ് തൊഴിൽ ചെയ്ത് വരുന്ന സ്ത്രീകള്, ഇവരുടെ ഒക്കെ പിന്നാലെ അവരൊരു സഞ്ചിയോ പച്ചക്കറിയോ മേടിച്ചു വരുന്നുണ്ടെങ്കിൽ ഓരോ വീടിന് മുമ്പിൽ 4-5 തെരുവ് നായ്ക്കൾ കിടക്കുകയാണ്, റോട്ടിൽ കിടക്കുകയാണ്. സ്കൂൾ വിട്ട കുട്ടികൾക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല. സൈക്കിളിൽ വരുന്ന കുട്ടികളെ പിന്നെ നായകള് കൂടിയാക്കുമ്പോൾ പലപ്പോഴും വീട്ടുകാരുടെ പരിസരത്തുള്ള പരിസരവാസികളും പരിസരത്തിൽ കൂടെ നടക്കുന്ന ആളുകളും ഇടപെട്ട് രക്ഷിക്കാറാണ് കുട്ടികളെ പതിവ്. പക്ഷേ ഈ നഗരസഭാ മീറ്റിംഗിൽ മുമ്പൊക്കെ പണ്ട് 5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഭരണസമിതി, അതിന് മുമ്പ് 5 കൊല്ലം ഉണ്ടായിരുന്ന ഭരണസമിതിയൊക്കെ തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കാനും അവരുടെ ശല്യം ഇല്ലാതാക്കാനും അവരെ നാട് കടത്താനും പട്ടാമ്പിയിലെ എല്ലാ സൗകര്യം എല്ലാ കാലത്തും ഈ തെരുവ് നായ്ക്കളെ അവരുടെ ക്രമം ഇവിടെ കുറയ്ക്കാൻ, എണ്ണത്തിന്റെ ക്രമം കുറയ്ക്കാനുള്ള എല്ലാവിധ നടപടികളും മുൻകാലങ്ങളിലുള്ള UDF ഭരണസമിതി എടുത്തിട്ടുണ്ട്. നായയെ പിടിച്ച് കൊല്ലാൻ വകുപ്പ് നിയമമല്ല, അതിന് ഫണ്ട് വാഴ്ത്താൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളത് ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാതെ പല സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഞങ്ങൾ കണ്ടിരുന്നു. ഈ 5 വർഷം ഈ പുതിയ ബോർഡ് വന്ന് ഈ ബോർഡിന് ഈ 5 വർഷമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് അതിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ പോലും ഈ നഗരസഭ ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല. അതാണ് ഇപ്പൊ ഇന്ന് 7ഓളം പേർക്ക് കടിയേറ്റത്. ആ നായ എപ്പോഴും പട്ടാമ്പി ടൗണിൽ കൂടെ നടക്കുകയാണ്. ഇതിപ്പോ സ്കൂൾ വിടാൻ പോവാ, ചെറിയ കുട്ടികൾ ടൗണിൽ കൂടെ പോകാൻ നിൽക്കുകയാണ്. നായകൾ റോഡ് സൈഡിലും വീടിന്റെ ഫ്രണ്ടിലൊക്കെ കിടക്കുകയാണ്. ആളുകൾ കടയിൽ കയറുമ്പോഴും ബാങ്കിലേക്ക് കയറുമ്പോഴും എങ്ങോട്ടാണ് ആളുകൾ പോണിച്ചാൽ ആ നായ പെട്ടെന്ന് എണീച്ച് നായകളെ കടിക്കാൻ ആളെ അതിന് വേണ്ട നടപടി ഈ നഗരസഭ സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് പട്ടാമ്പിൽ ഈ 7 പേർക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടായത്. പട്ടാമ്പി നഗരസഭയിൽ തെരുവ് നായയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ഓഫീസിന് മുന്നിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. തെരുവ് നായ ശല്യം പരിഹരിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. നിരവധി പ്രവർത്തകർ സമരത്തിൽ അണിനിരന്നു.
നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, പട്ടാമ്പിയിലെ തെരുവുകളിൽ വേലായിക്കൾ വിലസുന്നു, ഉത്തരവാദിത്തമില്ല ഭരണക്കാർ, തോന്നിയ പോലെ വിലസുന്നു, മണിക്കൂർ നാല് കഴിഞ്ഞിട്ടോ. മുനിസിപ്പാലിറ്റിയിലെ ഒരു സ്റ്റാഫിനെ വരെ നായ് കടിച്ചിട്ട് അതിനൊരു നായനെ പിടിച്ചു കെട്ടാനോ വേണ്ട പരിഹാരം കാണാനോ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വേദന നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ മരുന്ന് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇനി നായിനോട് ആളുടെ എണ്ണം നോക്കി കടിക്കാൻ പറയേണ്ട അവസ്ഥയിലാണ് പട്ടാമ്പി ഉള്ളത്. നിലവിലെ മരുന്ന് എത്തിക്കുന്നതിന് വേണ്ടി പാലക്കാട്ടേക്ക് പോയിട്ടുള്ളതായിട്ടാണ് വിവരം അറിയുന്നത്. പട്ടാമ്പി നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ താലൂക്ക് ആശുപത്രിയുടെ നിരന്തരമായിട്ടുള്ള നിസ്സംഗതയുടെ മറ്റൊരു രൂപം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ പൊന്നിയാകുറിശ്ശിയിൽ സ്കൂൾ ബസ്സിന് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് 10ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ISS സ്കൂളിന്റെ ബസ്സിന് പുറകിൽ മണ്ണാർക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന സന ബസ്സാണ് ഇടിച്ചത്. ബുധനാഴ്ച രാവിലെ 9:15 സംഭവം. പരിക്കേറ്റ വിദ്യാർത്ഥികളെ EMS ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചികിത്സയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ നിന്നും മടങ്ങി. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഒറ്റപ്പാലം മനിശ്ശേരിയിൽ ഗോഡൌണിന് സമീപം വാഹനാപകടം. ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചു. കാർ ഓടിച്ചിരുന്ന ഷൊർണൂർ സ്വദേശിയായ അഡ്വക്കേറ്റ് ജയചന്ദ്രനും ലോറി ഡ്രൈവർക്കും പരിക്ക്. അപകടത്തിൽ നിർത്തിയിട്ട മറ്റൊരു കാറിലും ലോറി ഇടിച്ചു. പരിക്കേറ്റ ജയചന്ദ്രനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും ലോറി ഡ്രൈവറെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അലനല്ലൂർ വെള്ളിയാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 26-കാരനായ സാബിത്തിന്റെ മൃതദേഹം കലങ്ങോട്ടിരി കടൂർപ്പടിയിൽ നിന്നും കണ്ടെത്തി. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിയോടെ കണ്ണംകുണ്ട് കോസ്വേയിൽ നിന്ന് സാബിത്ത് അബദ്ധത്തിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ചൊവ്വാഴ്ച 5 മണിയോടെ കോസ്വേക്ക് മുകളിൽ നിന്നാണ് സാബിത്ത് അബദ്ധത്തിൽ ഒഴുക്കിൽപ്പെട്ടത്. ഉടൻ നാട്ടുകാരും സുഹൃത്തുക്കളും അഗ്നിശമന സേനയും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. രാത്രി 7 മണിയോടെ തിരച്ചിൽ അവസാനിപ്പിച്ച സംഘം ബുധനാഴ്ച പുലർച്ചെയോടെ തിരച്ചിൽ വീണ്ടും ആരംഭിച്ചു. പാലക്കാട് നിന്നും സ്കൂബ ടീമും എത്തിയിരുന്നു. ചൊവ്വാഴ്ചത്തേക്കാൾ ഒഴുക്കിന്റെ ശക്തി കുറഞ്ഞിരുന്നു. കൂടാതെ വെള്ളം തെളിഞ്ഞ് ഒഴുകിയതിനാൽ വലിയ പ്രതിസന്ധികൾ സംഘത്തിന് നേരിടേണ്ടി വന്നില്ല. രാവിലെ 10 മണിയോടെയാണ് കലങ്ങോട്ടിരി കടൂർപ്പടിയിൽ നിന്നും സാബിത്തിന്റെ മൃതദേഹം ലഭിച്ചത്. പോസ്റ്റ്മോർട്ടത്തിനായി മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ശക്തമായ മഴയിൽ ചൊവ്വാഴ്ച മിക്ക സമയങ്ങളിലും കോസ്വേക്ക് മുകളിലൂടെയാണ് വെള്ളിയാർ ഒഴുകിയിരുന്നത്. വൈകുന്നേരം 5 മണിയോടെ കോസ്വേക്ക് മുകളിൽ നിന്നിരുന്ന സാബിത്ത് അബദ്ധത്തിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. സുഹൃത്തുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കണ്ണുംകുണ്ട് സ്വദേശിയാണ് സാബിത്ത്. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി ഇരുവഴിഞ്ഞിപ്പുഴയിലെ പതങ്കയം വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട പാണ്ടിക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. കഴിഞ്ഞ ഞായറാഴ്ച സുഹൃത്തുക്കളോടൊപ്പം വെള്ളച്ചാട്ടം കാണാൻ പതങ്കയത്തെത്തിയ പറമ്പൻപൂള സ്വദേശി അലൻ അഷറഫിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അലൻ അഷറഫ് ഉൾപ്പെടെ 6-അംഗ സംഘം പതങ്കയം വെള്ളച്ചാട്ടം കാണാൻ പോയത്. കാൽവഴുതി പുഴയിൽ വീണ അലനെ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. പിന്നീട് അഗ്നിശമന സേന, മുങ്ങൽ വിദഗ്ധ സംഘം, പ്രദേശവാസികൾ, വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ 4 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ ബുധനാഴ്ച രാവിലെ 10ഓടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് ആവശ്യമായ സഹായങ്ങളുമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ജനപ്രതിനിധി സംഘവും സജീവമായി രംഗത്തുണ്ടായിരുന്നു. പെരിന്തൽമണ്ണയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് യുവാവിനെ അറസ്റ്റ് ചെയ്തു. പെരിന്തൽമണ്ണ JN റോഡ് മങ്കടക്കുഴിയിൽ ഷെരീഫിനെയാണ് അറസ്റ്റ് ചെയ്തത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും പൊതുജനങ്ങൾ കേൾക്കെ അസഭ്യം പറയുകയും ചെയ്ത സംഭവത്തിലാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണ JN റോഡിലെ മങ്കടക്കുഴിയിൽ ഷെരീഫാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 3-ന് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പിങ്ക് പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെയാണ് സംഭവം. റോഡരികിൽ കലഹിക്കുന്നത് അതുവഴി പോകുന്ന സ്ത്രീകൾക്ക് ശല്യമായതോടെ വനിതാ പോലീസ് ഇടപെടുകയായിരുന്നു. യുവാവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെ അസഭ്യം വിളിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം പാലിക്കാതെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്തതായാണ് പരാതി. പരാതിക്കാരിയും മറ്റൊരു വനിതാ CPOയുമാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്.
വിൽപ്പനയ്ക്ക് കരുതി വെച്ച 28 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പെരിന്തൽമണ്ണ എക്സൈസ് സംഘം ഒരാളെ പിടികൂടി. വെട്ടത്തൂർ തേലക്കാട് ദേശത്ത് കൊടുവത്ത് വീട്ടിൽ അനിൽകുമാറിനെ പെരിന്തൽമണ്ണ എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. മദ്യം കടത്തിയ ഓട്ടോയും എക്സൈസ് പിടിച്ചെടുത്തു. വിൽപ്പനയ്ക്കായി കരുതിവച്ച 56 കുപ്പി വിദേശ മദ്യമാണ് അനിൽകുമാറിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയത്. വെട്ടത്തൂർ തേലക്കാട് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടിച്ചെടുത്തത്. ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മദ്യം. അനിൽകുമാറിന്റെ പേരിൽ അബ്കാരി കേസ് നിലവിലുണ്ട്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അനധികൃതമായ മദ്യവിൽപ്പനയും മയക്കുമരുന്ന് കച്ചവടത്തിനും എതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അറിയിച്ചു. പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടവേള. വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറുന്നതിനിടെ വീണ് യാത്രക്കാരന് ഗുരുതര പരിക്ക്. പൂക്കോട്ടുകാവ് സ്വദേശി സുന്ദരനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രി 7:30ഓടെയാണ് സംഭവം. ചെന്നൈ ആലപ്പി എക്സ്പ്രസിൽ കയറുമ്പോൾ കാൽ തെന്നി പാളത്തിനിടയിലേക്കാണ് വീണത്. ഉടൻ തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പ്രശ്നമുയർത്തി സ്വകാര്യ ബസ്സുകൾ വീണ്ടും സമരത്തിനൊരുങ്ങുന്നു. ഗതാഗതക്കുരുക്കിന് പരിഹാരം വൈകുന്നതിനാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകി. ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ്സുടമ സംഘം പെരിന്തൽമണ്ണ യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാൻ ബസ് ഉടമ സംഘം പെരിന്തൽമണ്ണ യൂണിറ്റ് ഭാരവാഹികളുടെ യോഗത്തിൽ തീരുമാനിച്ചു. പരിഹാരം നീണ്ടുപോവുകയാണെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് നോട്ടീസ് നൽകി അങ്ങാടിപ്പുറം വഴിയുള്ള ബസ് സർവീസുകൾ നിർത്തിവെക്കാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. അങ്ങാടിപ്പുറത്ത് റോഡിൽ കട്ട പതിപ്പിക്കുന്ന പ്രവൃത്തികൾക്ക് ഗതാഗതം നിരോധിച്ചപ്പോൾ 12 ദിവസം ബസ്സുകൾ ട്രിപ്പുകൾ മുടക്കേണ്ടി വന്നു. ഇത് വൻ സാമ്പത്തിക നഷ്ടത്തിന് ഇടയാക്കിയെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. ഇപ്പോഴും അങ്ങാടിപ്പുറത്ത് ഗതാഗതക്കുരുക്ക് അഴിയാത്ത സ്ഥിതിയാണ്. നഷ്ടം സഹിച്ചാണ് സർവീസ് നടത്തുന്നതെന്നും ബസ് ഉടമകൾ പറയുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും അങ്ങാടിപ്പുറത്തെ കുരുക്ക് ഇല്ലാതാക്കാൻ സ്ഥിരമായ പരിഹാരമാർഗം കണ്ടെത്തണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. ഗതാഗതക്കുരുക്ക് പ്രശ്നമുയർത്തി കഴിഞ്ഞ മാസം സ്വകാര്യ ബസ് തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് നടത്തിയിരുന്നു. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതിനാലാണ് അന്ന് സമരം പിൻവലിച്ചത്. സാങ്കേതികത്വത്തിന്റെ കുരുക്കിൽപ്പെട്ട ഒറ്റപ്പാലം നഗരസഭയുടെ വാർഷിക പദ്ധതി ഭേദഗതി ശുപാർശയ്ക്ക് കൗൺസിൽ യോഗത്തിൽ അംഗീകാരം. ഭേദഗതി ശുപാർശ ക്രമവിരുദ്ധമാണെന്ന് ആരോപിച്ച് UDFും BJPയും നൽകിയ പരാതിയെ തുടർന്നാണ് വീണ്ടും കൗൺസിൽ ചേർന്നത്. പദ്ധതി ഭേദഗതി സംബന്ധിച്ച് കഴിഞ്ഞ മാസം 14 പരിഗണിച്ച അജണ്ട അപൂർണമാണെന്നും നഗരസഭയുടെ സ്ഥിരം സമിതികളിൽ പോലും ചർച്ച ചെയ്യാതെയാണ് വിഷയം കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വന്നതെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. അന്നത്തെ കൗൺസിൽ യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. പിന്നാലെ കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും സ്വന്തം നിലയിൽ വിയോജനക്കുറിപ്പുകളും നൽകി. CPM അംഗങ്ങൾ മാത്രം അജണ്ട അംഗീകരിച്ചാണ് ഭേദഗതി ശുപാർശ DCPയുടെ അംഗീകാരത്തിന് വിട്ടത്. ഇതോടെ മറുഭാഗം ജില്ലാ കളക്ടറും LSGD ജോയിന്റ് ഡയറക്ടറും ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയും നൽകി. ഉദ്യോഗസ്ഥർ നഗരസഭ ഓഫീസിലെത്തി ഇരുവിഭാഗങ്ങളുടെയും വാദം കേട്ട ശേഷം ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. പദ്ധതി ഭേദഗതികളോട് വിയോജിപ്പില്ലെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് നിലപാടെന്നും പ്രതിപക്ഷം വിശദീകരിച്ചു. പിന്നാലെയാണ് വീണ്ടും കൗൺസിൽ യോഗം അംഗീകരിച്ചത്. വാണിയംകുളം പാനൂർ ഇളംകുളം ഭാഗത്ത് ശക്തമായ മഴയിൽ എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും വെള്ളം ജനവാസ മേഖലയിലേക്ക് കുത്തിയൊലിച്ചു വന്ന സംഭവത്തിൽ ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ മറ്റ് അസ്വാഭാവികതകളോ ഇല്ലെന്ന് സ്ഥലത്ത് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥ സംഘം അറിയിച്ചു. മൈനിങ് ആൻഡ് ജിയോളജി അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. ബുധനാഴ്ച രാവിലെ 11:30ഓടെയാണ് ഉദ്യോഗസ്ഥ സംഘം പരിശോധനയ്ക്കായി എത്തിയത്. റവന്യൂ വകുപ്പ്, മണ്ണ് സംരക്ഷണ വകുപ്പ്, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് എന്നിവർ സംയുക്തമായാണ് പ്രദേശത്തെ പരിശോധന നടത്തിയത്. 1.5 മണിക്കൂറോളം പരിശോധന നീണ്ടു. വലിയ ശബ്ദം കേട്ട എസ്റ്റേറ്റിന് മുകളിൽ കയറിയും വിദഗ്ധ സംഘം പരിശോധന നടത്തി. മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ മറ്റ് അസ്വാഭാവികമായ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്ന് തഹസിൽദാർ CM അബ്ദുൾ മജീദ് പറഞ്ഞു. ഇന്നലെ ഉണ്ടായ വെള്ളം കുത്തിയൊലിച്ചിറങ്ങിയ സ്ഥലത്തുള്ള വിശദമായ പരിശോധന ജില്ലാ ജിയോളജിസ്റ്റ്, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ, അസാഡന്റിസ്റ്റ് തുടങ്ങിയവർ സഹിതം സംയുക്ത പരിശോധന നടത്തുകയുണ്ടായി.
അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ ഒരു മണിക്കൂർ നേരത്തിനുണ്ടായ ശക്തമായ അതികഠിനമായ മഴയുടെ അളവിനനുസരിച്ച് വെള്ളം ഗതിമാറി ഒഴുകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വീട്ടിലേക്ക് വെള്ളം പോയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിസര പ്രദേശങ്ങളിലോ മറ്റു ഭാഗങ്ങളിലൊന്നും മണ്ണിടിച്ചിലോ ഈ ഉരുൾപൊട്ടലിൻ്റെ ഒരു സാധ്യത ഒന്നും തൊട്ടടുത്ത കുന്നും ചെരുവിലെല്ലാം പരിശോധനത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അത് ഒരു മണ്ണിടിച്ചിലിൻ്റെയോ ഉരുൾപൊട്ടലിൻ്റെയോ സാധ്യത അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മേഘവിസ്ഫോടനം പോലുള്ളവയൊന്നും നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ഹസാർഡ് അനാലിസ്റ്റ് ലേഖ ചാക്കോ അറിയിച്ചു. ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്ന ഫെനോമിനൻ നമുക്ക് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഒരു റെയിൻ ഗേജ് അല്ലെങ്കിൽ AWSൽ ഒരു മണിക്കൂറിനുള്ളിൽ 100 മില്ലിമീറ്റർ മഴ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു പ്രൂഫ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ക്ലൗഡ് ബസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അത് കാരണം തന്നെ നമുക്ക് ഇവിടെയുള്ള അടുത്തുള്ള റെയിൻ ഗേജസ് ആണെങ്കിലും പോലും അത് മാനുവൽ റെയിൻ ഗേജസ് ആയിരിക്കും. ആ മാനുവൽ റെയിൻ ഗേജസിൽ 1 മണിക്കൂർ വീതത്തിൽ നമ്മൾ റെക്കോർഡിംഗ് ഇവിടെ എടുക്കാറില്ല. ഏതെങ്കിലും ഓട്ടോമാറ്റിക് വെതർ സിസ്റ്റം വെച്ചിട്ട് 1 മണിക്കൂറിൻ്റെ റീഡിംഗ് കിട്ടുവാണെങ്കിൽ വി ക്യാൻ ഡിക്ലെയർ ഇറ്റ് ആസ് ക്ലൗഡ് ബേസ്റ്റ്. ഇപ്പോൾ ക്ലൗഡ് ബേസ്റ്റ് ഇപ്പോൾ തൽക്കാലം നമുക്കത് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു പ്രൂഫായിട്ട് നമ്മുടെ കയ്യിലില്ല. ശക്തമായ മഴ പെയ്താൽ 2 വീടുകൾക്ക് അപകട ഭീഷണിയുണ്ടെന്ന് കണ്ട് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായി മണ്ണ് സംരക്ഷണ വകുപ്പ് ഓഫീസർ MV വിനോദ് പറഞ്ഞു. ഞങ്ങൾ തഹസിൽദാരും അതുപോലെ ജിയോളജിസ്റ്റ് അങ്ങനെ എല്ലാവരും ആയിട്ട് ഞങ്ങൾ ഈ മല മൊത്തം കറങ്ങി. അവിടെ ഒന്നും അങ്ങനെ പ്രത്യേകം മണ്ണിടിച്ചിലായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ മണ്ണിൻ്റെ മണ്ണെന്ന് വെച്ചാൽ അത്യാവശ്യം ബലമുള്ള മണ്ണ് തന്നെയാണ്. ഇവിടെ അങ്ങനെ ഇടിയാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ വളരെ പ്രൊട്ടക്ഷൻ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കവർ ക്രോപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എവിടെയും ഇടിച്ചിലൊന്നുമില്ല. എനിക്ക് തോന്നിയത് കാരണം ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള ഇത്രയും ഈ മലയിലുള്ള വെള്ളം കംപ്ലീറ്റ് ഡ്രെയിനേജ് പോകുന്നത് ഒരു ചെറിയ ഒരു തോട്ടിലൂടെയാണ്. അങ്ങനെ ആ ചെറിയ തോട്ടിലൂടെ പോയി അവരുടെ ആ 3 വീടുകളിലൂടെ ഒഴുകി അവർ ചെയ്തിരിക്കുന്ന പാർശ്വഭിത്തി, അതെന്നുവെച്ചാൽ അവർ സ്വന്തമായിട്ട് തന്നെയാണ് പാർശ്വഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. അത് പല മെറ്റീരിയൽ, വെട്ടുകല്ലുണ്ട്, അതുപോലെ കരിങ്കല്ലുണ്ട്, അതൊക്കെ വെച്ച് ശരിക്കും കൃത്യമായിട്ട് ഫില്ല് ചെയ്യാതെയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിലൂടെ വെള്ളം കുത്തി ഒഴുകി ആ ഭിത്തി പൊട്ടിയിരിക്കുന്നത്. ഇങ്ങനെ പോകുകയാണെങ്കിൽ ആ വീട്ടിൽ ചെറിയൊരു ഭീഷണി ഉണ്ട്. കാരണം ഭീഷണിയുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ മഴ പെയ്യുകയാണെങ്കിൽ അത് അതിതീവ്രമായിട്ടുള്ള മഴയാണ്. അപ്പോൾ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് അവരെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു കൂടെ നമുക്ക് ഒരു മുന്നറിയിപ്പ്. അതിനൊരു ഇവിടെ വന്നിട്ട് 4 വീടുകളുണ്ട്. ആ 4 വീടുകളിനെയും എന്ന് വെച്ചാൽ കാരണം ഇവിടുന്ന് വരുന്ന മഴവെള്ളം ഇപ്പോൾ നിലവിൽ ഉൾക്കൊള്ളാനുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഇവിടെ നിലവിലില്ല. അപ്പോൾ അതൊന്ന് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതൊന്ന് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കും. പിന്നെ അതുപോലെ ഇനി ഏതെങ്കിലും ഏജൻസികളെ കൊണ്ടോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി ഞങ്ങൾ ഏതെങ്കിലും ഏജൻസിയോ അല്ലെങ്കിൽ പഞ്ചായത്തിനൊക്കെ ആയിട്ട്. ഡെപ്യൂട്ടി തഹസിൽദാർ P സതീഷ്, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ സുബ്രഹ്മണ്യൻ, മാണിയംകുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ EP രഞ്ജിത്ത് എന്നിവർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ NCCയുടെ ആഭിമുഖ്യത്തിൽ റാങ്ക് സെറിമണി സംഘടിപ്പിച്ചു. മുഹമ്മദ് മൂസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ആർമിയിൽ കമ്മീഷൻഡ് ഓഫീസറായി നിയമനം ലഭിച്ച മുൻ NCC കേഡറ്റ് S മാധവ്, അഗ്നിവീർ അംഗമായ കേഡറ്റ് PM അനഘ, ഇന്ത്യൻ വായുസേനയിൽ എയർമാൻ ആയി നിയമനം ലഭിച്ച കേഡറ്റ് അജിത് കൃഷ്ണൻ എന്നിവരെ പട്ടാമ്പി ഗവൺമെൻറ് കോളേജ് NCC യൂണിറ്റ് അനുമോദിച്ചു. MLA മുഹമ്മദ് മുഹസിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. NCC നമ്മുടെ രാജ്യത്ത് മാതൃകയായ ഒരു പദ്ധതിയാണ്. വിദ്യാർത്ഥികളിൽ ചെറുപ്പക്കാരികളിൽ അച്ചടക്ക ബോധമുണ്ടാക്കുകയും രാജ്യസ്നേഹം വളർത്തുകയും സന്നദ്ധ സേവനത്തിന് തയ്യാറാവുകയും സ്വന്തം കാര്യങ്ങളെക്കാളപ്പുറത്ത് രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായ രീതിയിൽ ഡിസിപ്ലിനോടുകൂടി മുന്നോട്ട് വരികയും ചെയ്യുന്ന വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് അഭിമാനകരമായ രീതിയിൽ NCCയുടെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് വിശദമായ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുകയാണ്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് NCC സഹായിച്ചു. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അത് NCCയിൽ നിന്ന് ആർമിയിലേക്ക് പോയവർ മാത്രമല്ല മറ്റു പലരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വൺസ് ഈ ട്രെയിനിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫിനാകെ അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ പുതിയ കാലഘട്ടത്തിൽ ഉത്തരവാദിത്ത ബോധം, സാമൂഹ്യ ബോധം, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും വേദനകളും തിരിച്ചറിഞ്ഞുകൊണ്ട് സന്നദ്ധ സേവനത്തിൽ ഇറങ്ങുക. പുതിയ വർഷത്തെ സീനിയർ കാഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു. 28 കേരള NCC ബാറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേണൽ CG പിള്ള മുഖ്യപ്രഭാഷണം നടത്തി.
പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ MR ലക്ഷ്മി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലഫ്റ്റനന്റ് റാങ്ക് ലഭിച്ച NCC ഓഫീസർ ഡോക്ടർ A പ്രമോദിനെയും ചടങ്ങിൽ ആദരിച്ചു. സുബേദാർ രമേഷ് കുമാർ, മുൻ NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ P അബ്ദു, IQAC കോർഡിനേറ്റർ VT അബ്ദുൾ റഷീദ്, PTA സെക്രട്ടറി ഡോക്ടർ KK റസീന, അച്ചടക്ക സമിതി കൺവീനർ KV റോയ്, കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ A വാസു, സ്റ്റാഫ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ A മുഹമ്മദ് ഷാ, NCC അലുമിനി പ്രസിഡന്റ് ഷെരീഫ് തുമ്പിൽ, വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധി നന്ദകിഷോർ, സീനിയർ അണ്ടർ ഓഫീസർ AM നിരഞ്ജൻ തുടങ്ങിയവർ സംസാരിച്ചു. കുമരംപുത്തൂർ പഞ്ചായത്തിലെ പറാട്ടിപ്പടി പള്ളി റോഡ് നവീകരണം പാതി വഴിയിൽ. തുക അനുവദിച്ചിട്ടും പണി തുടങ്ങാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തതാണ് നിലവിലെ പ്രതിസന്ധിയെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും. നാട്ടുകാർ സ്ഥലം വിട്ടു നൽകി പഞ്ചായത്തിന് കൈമാറിയ സ്ഥലത്താണ് റോഡ് നിർമ്മിക്കുന്നത്. 70% പണി പൂർത്തിയായി. 2 ഘട്ടമായി ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപയും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. റോഡിന്റെ ഉപരിതലം ശരിയാക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് 1.8 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. 2 വശവും കെട്ടി മണ്ണിട്ട് നിറച്ചതിനാൽ നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയുണ്ട്. ഈ ദുരവസ്ഥ പരിഹരിക്കാൻ കോറി വേസ്റ്റ് നിരത്തി ഗതാഗത യോഗ്യമാക്കാനാണ് ജില്ലാ പഞ്ചായത്ത് 1.8 ലക്ഷം രൂപ അനുവദിച്ചത്. ഇതിന്റെ കരാറും നൽകി. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അവധിയിൽ പോയതോടെ ചുമതല ഒറ്റപ്പാലം AICക്ക് നൽകി. എന്നാൽ പുതിയ പ്രവൃത്തികളൊന്നും തുടങ്ങേണ്ടതാണ് അദ്ദേഹത്തിന്റെ നിലപാടെന്ന് പ്രദേശവാസികൾ പറയുന്നു. തോപ്പാടം പഞ്ചായത്തിനെയും കുമരംപുത്തൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡായ പറവട്ടുപടി പള്ളി വഴി കടന്നു പോകുന്ന ഈ റോഡ് കാലങ്ങളായി വളരെയധികം ശോചനീയാവസ്ഥയിലാണുള്ളത്. അതായത് ഈ റോഡിൽ 2 തവണ ബ്ലോക്ക് പഞ്ചായത്തും 2 തവണ ജില്ലാ പഞ്ചായത്തും 1 തവണ ബ്ലോക്ക് പഞ്ചായത്തും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ആളുകൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ എന്താണോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർക്ക് അപേക്ഷിക്കാനുള്ളത്. ഇത് കാരണം പണി തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അടിയന്തരമായി റോഡ് നവീകരണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. അനവധിക്കാലമായിട്ട് ഈ റോഡ് ഈ നിലയിൽ രണ്ടുമല്ലാത്ത അവസ്ഥയിലായിക്കൊണ്ട് കിടക്കുകയാണ്. ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഇവിടെ പള്ളിയിൽ പോകാനും മദ്രസ പോകാനും സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇത് പൂർത്തിയാക്കി കിട്ടണമെന്ന് അപേക്ഷിക്കുന്നു. കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ നവീകരിച്ച കെട്ടിടോദ്ഘാടനം വെള്ളിയാഴ്ച 2:30 മണിക്ക് നടത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയുടെ ചിരകാല സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമായതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്തിന് കീഴിലെ എല്ലാ ഓഫീസുകളും ഒരു കെട്ടിടത്തിലാക്കുക എന്ന ലക്ഷ്യവും പുതിയ കെട്ടിടത്തിലൂടെ സാധ്യമാകും. പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിലുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ N ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിക്കും. VK ശ്രീകണ്ഠൻ MP, സംസ്ഥാന മുൻ ആസൂത്രണ സമിതി അംഗം CP ജോൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള പുതിയ കെട്ടിട ഉദ്ഘാടനം ഓഗസ്റ്റ് 8-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. അദ്ദേഹത്തെ കൂടാതെ മണ്ണാർക്കാടിൻ്റെ ബഹുമാന്യായ MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, പാലക്കാടിൻ്റെ ബഹു MP VK ശ്രീകണ്ഠൻ, മുൻ ആസൂത്രണ സമിതി അംഗം CP ജോൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത ഉൾപ്പെടെയുള്ള ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ ജനപ്രതിനിധികളും മറ്റു സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന വേളയിലേക്ക് മുഴുവൻ ആൾക്കാരെയും ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശോചനീയാവസ്ഥയിലുണ്ടായിരുന്ന കെട്ടിടം പുതിയ ഒരു കെട്ടിടത്തിന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടിയുടെ ആ സമയത്ത് അതിൻ്റെ ആദ്യഘട്ട നിലയ്ക്ക് അതിൻ്റെ വർക്ക് തുടങ്ങുകയും ഇപ്പോൾ ഈ ഭരണസമിതി അവസാന കാലത്ത് കിടക്കുമ്പോൾ അതിനെ ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.
വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ നൌഫൽ തങ്ങൾ, ഇന്ദിര മടത്തുംപുള്ളി, അംഗങ്ങളായ കെ ലക്ഷ്മിക്കുട്ടി, ഡി വിജയലക്ഷ്മി, ഷെരീഫ് ചങ്ങലേരി, ഉഷ, എം സിദ്ദിഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൃത്യമായ പ്ലാനിങ്ങും സുതാര്യമായ കരാറിലൂടെയുമാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയതെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ സഹദ് അരിയൂർ പറഞ്ഞു. ഇത് ഒരു ചരിത്ര മുഹൂർത്ത, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം 2 വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി അത് ജനങ്ങൾക്ക് സമർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വളരെ അതൊരു ചരിത്ര ദൗത്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏതായിരുന്നാലും 2023 ഒക്ടോബർ മാസം 5-ാം തീയതി ബഹുമാനനായ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കരങ്ങളോടെ തറക്കല്ലിട്ട് ഈ 8-ാം തീയതി ആകുമ്പോഴേക്ക് 2 വർഷം പൂർത്തിയാവണില്ല എന്നുള്ളതാണ്. 2 മാസത്തിന് മുമ്പ് 2 വർഷം പൂർത്തിയാകുന്നതിന് 22 മാസം കൊണ്ട് ഈ സമുച്ചയം ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഭരണസമിതിക്ക് ഒരു വലിയ ചാരിതാർത്ഥ്യം. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി ഗ്രൗണ്ടിൽ നടക്കുന്ന സുബ്രതോ കപ്പ് സംസ്ഥാന ജൂനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ലയിലെ ടീമുകൾ ഫൈനലിൽ. LBSM HSS അവിട്ടത്തൂരും SNV HSS ആളൂരും ഫൈനലിൽ മത്സരിക്കും. വ്യാഴാഴ്ചയാണ് ഫൈനൽ മത്സരം. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സുബ്രതോ കപ്പ് സംസ്ഥാന ജൂനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ലയിൽ നിന്നുള്ള ടീമുകൾ ഫൈനലിൽ കടന്നു. സെമി ഫൈനലിൽ GVHSS സ്പോർട്സ് സ്കൂൾ കണ്ണൂരും LBSM HSS അവിട്ടത്തൂരും തമ്മിലുള്ള മത്സരം സമനിലയിൽ പിരിഞ്ഞു. ടൈ ബ്രേക്കറിൽ 4-3 തൃശൂർ അവിട്ടത്തൂർ സ്കൂൾ ഫൈനലിൽ കടന്നു. 2-ാം സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ എറണാകുളത്തെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി തൃശൂർ ജില്ലയിലെ SNV HSS ആളൂരും ഫൈനലിൽ പ്രവേശിച്ചു. ഇതോടെ ഫൈനലിൽ തൃശൂർ ടീമുകളുടെ നേരിട്ടുള്ള പോരാട്ടമായി. വ്യാഴാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ അവിട്ടത്തൂർ സ്കൂളും ആളൂർ സ്കൂളും തമ്മിൽ മത്സരിക്കും. ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ സ്കൂളും എറണാകുളം സ്പോർട്സ് സ്കൂൾ ഡിവിഷനും മത്സരിക്കും. വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് രാമൻ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം ലൈബ്രറിയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മണ്ണാർക്കാടും സംയുക്തമായി അജയൻ മാഷ് അനുസ്മരണം സംഘടിപ്പിച്ചു. പാറപ്പുറത്ത് നടന്ന ചടങ്ങ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന നിർവാഹക സമിതി അംഗം KS സുധീർ ഉദ്ഘാടനം ചെയ്തു. K വത്സലകുമാരി അധ്യക്ഷത വഹിച്ചു. CP പുഷ്പാനന്ദ്, പ്രൊഫസർ V ജംഷാദ്, P മുഹമ്മദ് ബഷീർ, വിജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മുണ്ടക്കോട്ട് കുർശി പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് ഡെന്റൽ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് സൗജന്യ ദന്ത ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് P സതീഷ് അധ്യക്ഷനായി. ഡെന്റൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ S ആതിര, സീനിയർ റെസിഡന്റ് GS ഷബ്ന, ക്ലബ്ബ് സെക്രട്ടറി C അജേഷ്, ട്രഷറർ AR രവിചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി P മുഹമ്മദ് അലി, ഭരണസമിതി അംഗങ്ങളായ പ്രദീപ് വെണ്ണീരി, TP കണ്ണൻ എന്നിവർ സംസാരിച്ചു. സഞ്ചരിക്കുന്ന ദന്താശുപത്രിയിൽ ഡോക്ടർമാർ ഉൾപ്പെടെ 12ഓളം ജീവനക്കാരുടെ സേവനം ലഭ്യമായിരുന്നു. 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. UAEയിലെ ഏറ്റവും വലിയ കായിക സംഘടനയായ ബ്ലൂ സ്റ്റാർ കരിങ്കല്ലത്താണി സൈക്കോ സ്പോർട്സ് ക്ലബിൽ ഗ്ലോബൽ മീറ്റ് സംഘടിപ്പിച്ചു. UAEയിലെ പ്രവാസ ജീവിതം മതിയാക്കിയ ബ്ലൂ സ്റ്റാറിലെ ആദ്യകാല അംഗങ്ങളും വെക്കേഷന് നാട്ടിൽ വന്ന അംഗങ്ങളും പങ്കെടുത്തു. നജീബ് കാന്തപുരം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി മുഖ്യാതിഥിയായിരുന്നു. ബ്ലൂ സ്റ്റാർ പ്രസിഡന്റ് ആനന്ദ് പവിത്രൻ അധ്യക്ഷനായി. സെക്രട്ടറി ജാഷിദ് പൊന്നേത്ത്, ബ്ലൂ സ്റ്റാർ ചീഫ് പാട്രോൺ ജിമ്മി, മുൻ പ്രസിഡന്റ് തുളസിദാസ്, ബ്ലൂ സ്റ്റാറിന്റെ സ്ഥാപകരായ ഉണ്ണീൻ പൊന്നേത്ത്, AP ഹൈദർ, മോഹൻ അല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടാമ്പി ടൗണിൽ തെരുവ് നായയുടെ ആക്രമണം, നിരവധി പേർക്ക് കടിയേറ്റു. അടിയന്തരമായ നടപടി വേണമെന്ന് കൗൺസിലർമാർ. നഗരസഭാ ഓഫീസിന് മുന്നിൽ യൂത്ത് ലീഗ് പ്രതിഷേധം. അലനല്ലൂർ വെള്ളിയാർപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിലെ വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥി പാണ്ടിക്കാട് സ്വദേശിയുടെ മൃതദേഹവും കണ്ടെടുത്തു. 28 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാളെ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടി. ഓണം സ്പെഷ്യൽ ഡ്രൈവ് ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണിത്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹാരം ആവശ്യപ്പെട്ട് ബസ് ഉടമകൾ വീണ്ടും സമരത്തിനൊരുങ്ങുന്നു. സാങ്കേതികത്വക്കുരുക്കിൽപ്പെട്ട ഒറ്റപ്പാലം നഗരസഭയുടെ വാർഷിക പദ്ധതി ഭേദഗതി ശുപാർശയ്ക്ക് കൗൺസിൽ യോഗത്തിൽ അംഗീകാരം. UDFും BJPയും നൽകിയ പരാതിയിൽ വീണ്ടും കൗൺസിൽ ചേർന്നു. കുമരംപുത്തൂർ പാറാട്ടിപ്പടി പള്ളി റോഡ് നവീകരണം പാതി വഴിയിൽ. തുക അനുവദിച്ചിട്ടും പ്രവൃത്തി തുടങ്ങാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തത് പ്രതിസന്ധിക്ക് കാരണമെന്ന് പരാതി. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.